അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുതുബി 49. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. وقد جرت العادة بأن يسمى الموصل إلى التصور قولا شارحا والموصل إلى التصديق حجة ويجب تقديم الأول على الثاني وضعا لتقدم التصور على التصديق طبعا لأن كل تصديق لا بد فيه من تصور محكوم عليه إما بذاته أو أمر صادق عليه. وقد جرت العادة ആദത്ത് നടന്നിട്ടുണ്ട്. മനാത്തിക്കത്തിന്റെ ആദത്ത് ആദത്തുൽ മനാത്തിക്കത്തിന്റെ ആദത്ത് നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മനാത്തിക്കത്തിന്റെ ആദത്ത് ഉണ്ടായിട്ടുള്ളത്? ബിഅൻ യുസമ്മൽ മൂസിലു ഇല തസവ്വുരി, തസവ്വുറിലേക്ക് ചേർക്കുന്ന ഒന്നിനിക്ക് പേര് പറയപ്പെടുക എന്നുള്ളത് കൊണ്ട്, തസവ്വുറിലേക്ക് ചേർക്കുന്ന ഒന്നിനിക്ക് പേര് വെക്കപ്പെടും. എന്തെന്ന്? ഖൗലൻ ഷാരിഹൻ, ഖൗലുൻ ഷാരിഹ് എന്ന് പറയപ്പെടും. അപ്രകാരം വൽ മൂസിലു ഇല തസ്ദീഖി, തസ്ദീഖിലേക്ക് ചേർക്കുന്ന ഒന്നിനിക്ക് പേര് വെക്കപ്പെടും എന്നതുകൊണ്ടിട്ട് ഹിജ്ജത്ത് എന്ന്. തസവ്വുറിലേക്ക് ചേർക്കുന്നതിനക്ക് ഖൗലുൻ ഷാരിഹ് എന്നും തസ്ദീഖിലേക്ക് ചേർക്കുന്നതിനക്ക് ഹിജ്ജത്ത് എന്നും പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ വയജിബു നിർബന്ധമാകുന്നതാണ് തഖ്ദീമുൽ അവ്വലി, ഈ തസവ്വുറിനെ മുന്തിക്കൽ, അഥവാ ഖൗലുൻ ഷാരിഹിനെ. തസവ്വുറിലേക്ക് ചേർക്കുന്നതാണല്ലോ ഖൗലുൻ ഷാരിഹ്. അപ്പൊ അതിനാദ്യം പറയണം. അലസാനി, രണ്ടാമത്തതിനേക്കാളും വലയില് പറഞ്ഞാൽ നമ്മൾ വിശദീകരണം കാലാരുതി ഓരോ ഇൽമിന്റെ ഇനങ്ങളെയും ക്രോഡീകരിച്ച് കൊണ്ടുവരുമ്പോ അതിന് വെക്കുമ്പോ കാരണം എന്താണ്? ഈ തഖദ്ദുമി തസവ്വുരി, തസവ്വുർ മുന്തിയ കാരണത്തിന് വേണ്ടിയിട്ട്, അല തസ്ദീഖി, തസ്ദീഖിനേക്കാളും മുന്തിയ കാരണത്തിന് വേണ്ടിയിട്ട് ത്വബഅൻ, ചില കിതാബിൽ ത്വബഖെന്ന് കാണുമ്പോൾ അത് ശരിയല്ല. ത്വബഅൻ നിലക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാല് ഹഖീഖത്തെ നിലക്ക് തസ്ദീഖിനേക്കാളും ഏതാണ്? തസവ്വുറാണ് മുന്തിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തസവ്വുറിലേക്ക് ചേർക്കുന്ന ഒന്നാവുന്ന ഖൗലുൻ ഷാരിയാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം കൊല്ല തസ്ദീഖിൻ, ഇതെന്തിനു കാരണം പറയാണ്? ത്വബഅൻ നിലക്ക് തസ്ദീഖിനേക്കാളും തസവ്വുർ മുന്തിയതാണെന്ന് പറഞ്ഞു. അപ്പൊ തസ്ദീഖിനേക്കാളും ത്വബഅൻ നിലക്ക് തസവ്വുർ മുന്തിയതാണെന്നതിന്റെ പ്രധാന കാരണം എന്താണ്? കൊല്ല തസ്ദീഖിൻ ലാ ബുദ്ദ ഫീഹി മിൻ തസവ്വുരിൻ മഹ്കൂമി അലൈഹി, ഏത് തസ്ദീഖായാലും ആ തസ്ദീഖിൽ ഏത് വേണം? മഹ്കൂമു അലൈഹിയെ തസവ്വുറാക്കണം. അത് അത്യാവശ്യമാണ്. ഇമ്മാബി ദാത്തിഹി ഔ അംരിൻ സ്വാദിഖിൻ അലൈഹി, ഇമ്മാബി ദാത്തി ഒരു പക്ഷെ മഹ്കൂം അലിയ ബിദ്ദാത്ത് മഹ്കൂം അലൈഹി തസവ്വുറാക്കണം, അല്ലെങ്കിൽ ഔ ബി അംരിൻ സ്വാദിഖിൻ അലൈഹി, അല്ലെങ്കിൽ മഹ്കൂം അലിന്റെ മേലിൽ പറയാൻ പറ്റുന്നതായ ഒന്നിനെ കൊണ്ടിട്ട്, മഹ്കൂം അലിന്റെ മേൽ പറയാൻ പറ്റുന്ന ഒന്ന് കൊണ്ടിട്ട്, ഒരമ്ര് കൊണ്ടിട്ട് എന്ത് ചെയ്യണം? തസവ്വുറാക്കണം. അതോടുകൂടെ തസവ്വുറുൽ മഹ്കൂമി ബിഹി, മഹ്കൂം ബിയെ തസവ്വുറാക്കലും എന്താണ്? അത്യാവശ്യമാണ്. കദാലിക, ഈ പറഞ്ഞ രൂപത്തിൽ, അതായത് ദാത്ത നിരക്കോ അല്ലെങ്കിൽ അതിന്റെ മേലിൽ പറയാൻ പറ്റുന്നതായ ഒരു അമ്ര് കൊണ്ടോ. അതോടുകൂടി ഹുക്മിനെയും തസവ്വുറാക്കണം. എന്താ കാരണം? ലിംദിനായിൽ ഹുക്മി ലിംദിനായിൽ ഹുക്മ് മുംതനിയായ കാരണത്തിന് വേണ്ടിയിട്ട് നിമ്മൻ ചെയ്ത ആദിഹിൽ ഒമൂരി, ഈ പറയപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാത്തവൻക്ക് ഏതുണ്ടാവില്ല? ഹുക്മുണ്ടാവില്ല. ഏത്? മഹ്കൂം അലിയും മഹ്കൂം ബിയും ഇതിനെ സംബന്ധിച്ച് അറിയാത്ത ഒരാൾക്ക്
ഏതുണ്ടാവൂല, പിന്നെ ഹുക്കുമുണ്ടാവൂല. അപ്പം ഹുക്കുമ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ എന്തായി? അതായത് ചുരുക്കിച്ച് തസവുറിലേക്ക് ചേർക്കുന്ന ഒന്നിനക്ക് കൗലു ഷാരിഹ്, തസ്ദീഖിലേക്ക് ചേർക്കുന്നതിന് ഹുജ്ജത്ത്. ആ കൗലു ഷാരിനെയാണ് നേരത്തെ പറയേണ്ടത്. അതിന് കാരണം പറഞ്ഞത് ഏത് തസ്ദീഖായാലും അവിടെ മഹ്കൂം അലിയെ തസവുറാക്കണം, അതുപോലെ മഹ്കൂം ബിയെ തസവുറാക്കണം. അപ്പൊ തസവുർ ആവശ്യമാണ്. അപ്പൊ ഈ തസവുർ ഉണ്ടെങ്കിലേ തസ്ദീഖിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. എങ്കിൽ അപ്പോലും ഷാരി പറയുന്നു, ഞാൻ പറയട്ടെ, കത് അറബ്ത, തീർച്ചയായി നീ മനസ്സിലാക്കിയിട്ടുണ്ട്, അന്നൽ ഗർള മിനൽ മന്തിഖ്, മന്തിക്കിനാലുള്ളതായ താല്പര്യം. അന്നൽ ഗർള മിനൽ മന്തിഖ്, മന്തിക്കിനാലുള്ള താല്പര്യം. അതായത് മന്തിക്കിനാൽ പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുന്നത്, നമ്മൾ പ്രധാനമായും ഫിക്കറിലുള്ളതായ ഖത്തയിനെ തൊട്ട് കാക്കലാണല്ലോ ഉദ്ദേശിക്കുന്നത്, മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതാണല്ലോ. അപ്പൊ ഏതായാലും മന്തിക്കിനാലുള്ളതായ ഗർള് ഇസ്തിഹ്സാനുൽ മജ്ഹൂലാത്ത്, മജ്ഹൂലാത്തിനെ കരസ്ഥമാക്കലാണ് അവരുടെ ഉദ്ദേശം. മജ്ഹൂലായ കാര്യങ്ങൾ എന്ത് ചെയ്യുക? കരസ്ഥമാക്കുക. അതാണ് മന്തിക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് ശരിയായ രൂപത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം. എന്നാൽ വൽ മജ്ഹൂലു, മജ്ഹൂല് എന്ന് പറഞ്ഞാല് ഇമ്മ തസവ്വുരിയും നൗ തസ്ദീഖിയും, ഒരു പക്ഷേ അത് തസവ്വുരിയുമുണ്ടാവാം തസ്ദീഖിയും ഉണ്ടാവാം. അപ്പൊ തസവ്വുരിയായിട്ടും വരാം തസ്ദീഖിയായിട്ടും വരാം മജ്ഹൂല്. അപ്പൊ അതുകൊണ്ട് തന്നെ വനദുറുൽ മന്തിഖി, ഒരു മന്തിക്ക് പണ്ഡിതൻ ചർച്ച ചെയ്യല്, അവന്റെ നെതുറ്, അവന്റെ ചിന്ത എവിടെയായിരിക്കും? ഇമ്മാഫിൽ മൂസിരിയില തസവ്വുരി, ഒരു പക്ഷെ തസവ്വുറിലേക്ക് ചേർക്കുന്ന ഒന്നിനെ സംബന്ധിച്ചാവാം, അല്ലെങ്കിൽ ഔ ഇമ്മാഫിൽ മൂസിരിയില തസ്ദീഖ്, തസ്ദീഖിലേക്ക് ചേർക്കുന്ന ഒന്നിനെ സംബന്ധിച്ചാവാം. കാരണം മന്തിക്കിന്റെ മൗദൂ അതാണല്ലോ, മാലൂമാത്ത് തസവ്വുരിയും മാലൂമാത്ത് തസ്ദീഖിയും ആണല്ലോ. വഖദ് ജറത്തിൽ ആദത്തോ, മനാത്തികത്തിന്റെ ആദത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ ആദത്തിൽ മന്തിഖീന എങ്ങനെ? യുസമ്മുൽ മൂസില ഇല തസവ്വുരി ഖൗലൻ ഷാരിയ, തസവ്വുറിലേക്ക് ചേർക്കുന്ന ഒന്നിനെ സംബന്ധിച്ച് ഖൗലുൻ ഷാരിഹ് എന്ന് പറയലും അപ്രകാരം തന്നെ. അതെ, ഖൗലുൻ ഷാരിഹ് എന്ന് പറയാ എന്നുള്ളത് മനാത്തികത്തിന്റെ ആദത്തിൽ പെട്ടതാണ്. അപ്പൊ ഞങ്ങളുടെ ചോദ്യം, ഈ തസവ്വുറിലേക്ക് ചേർക്കുന്ന ഒന്നിനെ സംബന്ധിച്ച് ഖൗലുൻ ഷാരിഹ് എന്ന് പറഞ്ഞു, എന്തിനാ അവിടെ ഖൗലു എന്ന് പറയാനുള്ള കാരണം? അതുപോലെ തന്നെ എന്തിനാ അവിടെ ഷാരിഹ് എന്ന് പറയാനുള്ള കാരണം? അതിനുള്ള കാരണം വിശദീകരിക്കുകയാണ്. അമ്മാ ഖൗലുഹു എന്ന ഈ ഖൗലുൻ ഷാരിഹ് ആവലാകുന്നത് ഖൗലൻ, ഈ ഖൗലുൻ ഷാരിഹ് ഖൗലായിട്ടാണല്ലോ വന്നത്. എന്തിനതങ്ങനെ ഖൗലി എന്ന് പറയാനുള്ള കാരണം? വലിയന്നഹു, തീർച്ചയായിട്ടും ഈ പറയപ്പെട്ടതായ ഖൗലുൻ ഷാരിഹ് എന്നുള്ളത്, അല്ലെങ്കിൽ ഖൗല് എന്ന് പറഞ്ഞാൽ മതി, ഖൗല് ഫിൽ അഗ്ലബി, അഗ്ലബിലോ അത് മുറക്കബാണ്, വാജിബിലും അത് ഏതാണ്? മുറക്കബാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വല ഖൗലു, ഈ ഖൗലി എന്ന് പറയുന്നത് യുറാദിഫുഹു, ഈ മുറക്കബിനോട് പര്യായമായി വരും. നമ്മൾ ഓർക്കണ്ടല്ലോ, ഷറൂത്ത് തഹദീബ് പറഞ്ഞോടത്ത് പറഞ്ഞില്ലേ, ഖിയാസിനെ പറ്റി പറഞ്ഞത് ഖൗലും മുഅല്ലഫും മിൻ ഖളായ എന്ന് പറഞ്ഞിടത്ത് അവിടെ ഷാരി വ്യക്തമായ രൂപത്തില് അവിടെ എന്തിനെ ഖൗലിനെ മുഅല്ലഫിന്റെ പറഞ്ഞ് പിന്നെ ഖൗല് പറഞ്ഞ് എന്ന് പറയുന്ന എന്ന് വിഷയം അവിടെ കൂടുതലായി ഷറൂത്ത് തഹദീബ് ചർച്ച ചെയ്തതായിട്ട് കാണാം. അപ്പൊ വഗ്ലബിലും ഖൗലി എന്ന് പറഞ്ഞാൽ അത് മുറക്കബാണ്. അതോടുകൂടി ഖൗലി എന്ന് പറഞ്ഞാൽ ഈ മുറക്കബിനോട് മുറാദിഫായതും ആണ്. അപ്പൊ ലഫ്ള് ഒന്നാണെങ്കിലും അല്ല മായന ലഫ്ള് പലതാണെങ്കിലും മായന ഒന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? ഖൗലി 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 എന്ന് പറഞ്ഞത്. ഇനി അമ്മ ഖൗലുഹു ഷാരിയ എന്ന ഈ മുറക്കബായ ഖൗലായി വരുന്ന ഇത് എന്തിനെ ഷാരിഹ് എന്ന് പറയാനുള്ള കാരണം? പരിശരഹിഹി, ഈ ഖൗലുൻ ഷാരി വെളിവാക്കുന്ന കാരണത്തിനു വേണ്ടി, വഈദാഹി സെയിം മായന തന്നെ, വെളിവാക്കുന്ന കാരണത്തിന് വേണ്ടി മായിയാത്തിൽ അഷിയായി, അഷിയായിന്റെ മായിയാത്തിന് വെളിവാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻസാനെ പറ്റി ധൈര്യം വരുമ്പോ എന്താ പറയുന്നത്? ഹൈവാനും നാത്തിക്കുന്നല്ലേ.
ഇൻസാനെ പറ്റി നമ്മൾ തൈരീഫ് പറയുമ്പോ എന്താ പറയല്? അതായത് ഹൈവാനും നാത്തിക്കുൻ എന്നല്ല തസവുറാക്കുക. അപ്പൊ സത്യത്തിൽ പറഞ്ഞാല് ഈ കൗലും ഷാരി കൊണ്ട് എന്തുണ്ടായിത്തീരും? അഷിയായിന്റെ മാഹിയാത്തുകളെ, അതിന്റെ ഹക്കീക്കത്തുകളെ മനസ്സിലാക്കുക എന്നുള്ള വിഷയം അവിടെ ഉണ്ട്. വൽ മൂസിലു ഇല തസ്ദീഖ്, ഇനി തസ്ദീഖിലേക്ക് ചേർക്കുന്നതായ ഒന്ന്, തസ്ദീഖിലേക്ക് ചേർക്കുന്നതായ ഒന്ന് അത് ഹുജ്ജത്തുൻ, അത് ഹുജ്ജത്താ. കാരണം എന്താ? ഈ അന്നമൻ തമസ്സക്ക ബിഹി, തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ തസ്ദീഖിലേക്ക് ചേർക്കുന്നത് കൊണ്ട് തെളിവ് പിടിക്കുന്നതായ ഒരാള്, അത് സ്വീകരിക്കുന്ന ഒരാള് ഇസ്തിദ്ലാലൻ, തെളിവ് പിടിക്കുക എന്ന അടിസ്ഥാനത്തിൽ അല്ല മത്ലൂബിന്റെ പേര്. കാരണം മത്ലൂബ് കിട്ടണമെങ്കിൽ ഏത് വേണം? തസ്ദീഖ് വേണം, ഹുജ്ജത്ത് വേണം. അപ്പൊ അതുകൊണ്ട് പിടിക്കുന്നതായ ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്യും? മറികടക്കും, പരാജയപ്പെടുത്തും, അല്ലെങ്കിൽ അവൻ വിജയിക്കും. അല്ല ഹസ്മിന്റെ മേലിൽ. ഇപ്പൊ നമ്മളിപ്പോ ഒരാളോട് വാദം വാദിക്കുമ്പോ അയാളുടെ വാദത്തെ നമ്മൾ ഒതുക്കിയിട്ട് നമ്മുടെ വാദം സ്ഥിരപ്പെടുത്താൻ നമ്മൾ ശ്രമം നടത്തില്ല. അതാണ്. അപ്പൊ അതടിസ്ഥാനത്തിൽ അങ്ങനെ പറയാൻ കാരണം ഹുജ്ജത്ത് എന്ന് പേര് വെക്കാനുള്ള കാരണം അത് ഏതിന്ന് വന്നതാണ്? മിൻ ഹജ്ജ യഹുജ്ജു, ഹജ്ജ യഹുജ്ജു എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. ഹജ്ജ യഹിജ്ജു അല്ല, ഹജ്ജ യഹുജ്ജു എന്നാ നല്ലത്. ഹജ്ജ യഹുജ്ജു എന്നതിന് പിടിക്കപ്പെട്ടതാണ്. എപ്പോഴാണ് ഹജ്ജ യഹുജ്ജു എന്ന് പറയുന്നത്? ഇതാ വലബ, ഒന്നിനെ മറികടന്നാല്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹുജ്ജത്ത് എന്ന് പറഞ്ഞാല് അത് മറ്റൊന്നിനെ നമ്മൾ എന്ത് ചെയ്യാ? ഇതാക്കുക. അപ്പൊ ഏതുപോലെയെന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പൊ നമ്മള് അല്ലാലും മുത്തകയിലും കുഞ്ഞു മുത്തകയിലും നാജിസും വല്ലാലും ഹാരിസും അത് നമുക്ക് ഹുജ്ജത്താന്ന് പറയാം. കാരണം എന്താ? ആദം ഹാരിസാണ് എന്ന് പറഞ്ഞ് നമ്മൾ സമർത്ഥിക്കുന്നുണ്ട്. അതോടൊരു ആദം ഖദീമാണ് എന്ന് പറയുന്ന ബഅദുൽ ഉഖമാഇന്റെ അഭിപ്രായത്തെ ആ വാദം കൊണ്ട് നമ്മൾ ഗണ്ണിക്കുന്നുണ്ട്. അപ്പൊ സത്യത്തിൽ ഹുജ്ജത്താണെന്ന് പറയാൻ കഴിയോടെ? യാ അല്ലാഹ്, വയജിബു, നിർബന്ധമാകുന്നതാണ്. വയജിബു, നിർബന്ധമാകുന്നതാണ്. ഇപ്പൊ നമ്മള് വജീമു തഖ്ദീമുൽ അവ്വലി എന്ന് പറഞ്ഞില്ലേ, അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. വയജിമു തഖ്ദീമുൽ അവ്വലി അതിൽ സാനി എന്ന് പറഞ്ഞില്ലേ, അവിടെയാ ചർച്ച നടക്കുന്നത്. വയജിബു യുസ്തഹ്സനു, നല്ലതായി കണക്കാക്കപ്പെടും. യജിബു എന്ന് പറഞ്ഞാൽ അതിന്റെ മാന യുസ്തഹ്സനു, നല്ലതായി കണക്കാക്കപ്പെടും. എന്ത് നല്ലതായി കണക്കാക്കപ്പെടും? തഖ്ദീമു മബായിദിൽ അവ്വലി, ഒന്നാമത്തേതിന്റെ ചർച്ചകളെ മുന്തിക്കുക. ഒന്നാമത്തേതിന്റെ ചർച്ചകളെ മുന്തിക്കുക. ഏതാ കുട്ടിയായി ഒന്നാമത്തേത് എന്ന് പറഞ്ഞാല് അയിൽ മൂസിരി ഇല തസവൂറിലേക്ക് ചേർക്കുന്നതായ ഒന്നിനെ എന്റെ വയസ്സുകളെ മുന്തിക്കുക. ഏതിനേക്കാളും അല മബായിസി സാനി, രണ്ടാമത്തേതിന്റെ ചർച്ചകളെക്കാളും. രണ്ടാമത്തേത് ഏതാണ്? അയിൽ മൂസിരി ഇല തസ്ദീഖിലേക്ക് ചേർക്കുന്നതായ ഒന്ന്. അപ്പൊ തസ്ദീഖിന്റെ വയസ്സുകളെക്കാളും മുന്തിക്കപ്പെടേണ്ടത് തസവ്വുരിന്റെ വയസ്സുകളാണ് എന്ന് വന്ന്. എങ്ങനെ? ബി അസബിൽ വലീന്റെ അടിസ്ഥാനത്തിൽ. കാരണം എന്താണ്? ബി അന്നൽ മൂസില, ഇനി അതിന് കാരണം പറയാണ്. വലീന്റെ അടിസ്ഥാനത്തിൽ ഈ തസവ്വുറിനെയാണ് മുന്തിക്കേണ്ടത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാം. ഈ അന്നൽ മൂസില തസവ്വുരി, തസവ്വുറിലേക്ക് ചേർക്കുന്നത് തസവ്വുറാത്താണ്. ശരിയാണ്. തസവ്വുറിലേക്ക് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ അത് തസവ്വുറാത്തായിട്ടാണ് വരിക. വൻ മൂസില തസ്ദീഖ് തസ്ദീഖാത്തു, തസ്ദീഖിലേക്ക് ചേർക്കുന്ന ഒന്ന് ഏതായിട്ടാ വരിക? തസ്ദീഖാത്തായിട്ടാ. പിന്നെ തസ്ദീഖിലേക്ക് ചേർക്കുന്നത് തസ്ദീഖാത്തായിട്ടാണ് വരിക. അതോടുകൂടെ തസവ്വുറ് മുഖദ്ദമുൻ അല തസ്ദീഖ്, തസ്ദീഖിനേക്കാളും അത് മുന്തിക്കപ്പെടേണ്ടതാണ്. തബഅൻ നിരക്ക് തസ്ദീഖിനേക്കാളും മുന്തിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ യുഖദ്ദം, അപ്പൊ ഈ തസവ്വുറിലേക്ക് ചേർക്കുന്ന ഒന്നിനെ അഥവാ ഖൗലുൻ ഷാരിനെ മുന്തിക്കപ്പെടേണ്ടതാണ്. അലൈഹി, അതിനേക്കാളും. ഏതിനേക്കാളും? അതായത് തസ്ദീഖിലേക്ക് ചേർക്കുന്ന ഒന്നിനേക്കാളും. എങ്ങനെ മുന്തിക്കപ്പെടണം? വദഅൻ നിലക്ക്. കാരണം എന്താ?
ഈ യുവാഫിക്കൽ വധുവിനോട് യോജിക്കുക. കാരണം നമ്മൾ ഏത് ലഫ്ലായാലും ആ ലഫ്ലിക്ക് വധുയായ മാന ആദ്യം ഉണ്ടാവും. എന്നിട്ടാണ് അതിന് മറ്റുള്ള തബയ്യായ മാനി മറ്റുള്ള ഹക്കീക്കിയ മാനയുമായിലൊക്കെ ബന്ധപ്പെടുത്തുക എന്നുള്ളത് പിന്നീട് ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ ഈ വധു എന്നുള്ളത് ഏതിനോട് യോജിക്കണം? തബൈനോട് യോജിച്ചു വരണം. മനസ്സിലായ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ തബ നിരക്ക് ഏതിനെ മുന്തിക്കപ്പെടേണ്ടതാണ്? തസവ്വുറിനെ തസ്ദീഖിനേക്കാളും മുന്തിക്കപ്പെടേണ്ടതാണെന്ന് പറയാനുള്ള കാരണം. പിന്നെ ഇനി വൈന്നമാക്കുന്ന നമ്മൾ പറഞ്ഞു അത്തസവ്വുർ മുഖദ്ദമുൻ അല തസ്ദീഖി തബഅ. നല്ല ചർച്ച. അത് തസവ്വുർ എന്നുള്ളത് തസ്ദീഖിനേക്കാളും തബഅ നിലക്ക് മുന്തിക്കപ്പെടേണ്ടതാണ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അങ്ങനെയാ പറഞ്ഞത്. എന്തേ അതിന്റെ കാരണം? തീർച്ചയായും തബഇയ്യായ തഖദ്ദും തബഇയ്യായ തഖദ്ദും എന്ത്? തബഇയ്യായ തഖദ്ദും എന്ന് പറയുന്നത് തഖദ്ദും പല രൂപം ഉണ്ടാവാ. തഖദ്ദും സമാന് കൊണ്ടുള്ള തഖദ്ദും ഉണ്ടാവാ. അതേപോലെ തന്നെ തബഅ കൊണ്ടുള്ള തഖദ്ദും ഉണ്ടാവാ. പിന്നെ അതേപോലെ തന്നെ ശരഫ് കൊണ്ടുള്ള തഖദ്ദും ഉണ്ടാവാ. ഇപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാല് പിന്നെ സമാന് കൊണ്ടുള്ള തഖദ്ദുമാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, സമാന് കൊണ്ട് തഖദ്ദുമാകുക എന്നുള്ളത്. അതേപോലെ തബഅനക്ക് തഖദ്ദും ഉണ്ടാവാ. തബഅനക്കുള്ള തഖദ്ദും എന്ന് പറഞ്ഞാല് പിന്നെ അതായത് ഈ ഒരു വസ്തു ഇല്ലാതെ മറ്റേതുണ്ടാവൂല. ഇപ്പൊ ഉദാഹരണം പറയാം. അതായത് ഇപ്പൊ ഒരു അതല്ല രണ്ട്. ഈ രണ്ടുണ്ടാവണമെങ്കിൽ ആദ്യം ഏത് വേണം? ഇവിടെ അഹദ് വേണം. ഒന്നുണ്ടായതിന് ശേഷമല്ലേ രണ്ടുണ്ടാവുള്ളൂ. അതാണ്. പിന്നെ അതേപോലെ ഉണ്ട് പിന്നെ ഷറഫ് കൊണ്ട് തഖദ്ദുമുണ്ട്. ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിനേക്കാളും ഉന്നത സ്ഥാനം ഉണ്ടല്ലോ. അതുപോലെ റുതുബ കൊണ്ടുണ്ടാവാം. ഇപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞപ്പോ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് പിന്നെ സെഫുകളിൽ നിന്നിട്ട് പിന്നെ ഒന്നാമത്തെ സെഫിനിക്ക് രണ്ടാമത്തെ സെഫിനേക്കാളും മഹത്വം ഉണ്ടാവും. അത് തഖദ്ദുമാണ്. പിന്നെ അതേപോലെ ഇല്ലിയത്തിന്റെ രൂപത്തിലുള്ള തഖദ്ദും ഉണ്ടാവാം. ഇല്ലിയത്തിന്റെ രൂപത്തിലുള്ള തഖദ്ദും എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ പേനെടുത്ത് ആ പേന കൊണ്ട് എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം? ആ പേന നമ്മൾ ചലിപ്പിക്കണം. ചലിപ്പിക്കാത്ത രൂപത്തിൽ ഏതുണ്ടാവില്ല, പേന എഴുതൂല. അപ്പൊ ഈ ചലനം എന്നുള്ള ഈ അർക്കത്തുണ്ടല്ലോ, അത് നേരത്തെ ഉണ്ടാവണം. അതെ, സാങ്കേതികമായിട്ട് പറഞ്ഞാന്ന് മാത്രം. അത് അന്ന തഖദ്ദുമ തബഇയ്യ, തീർച്ചയായും തബഇയ്യായ തഖദ്ദും എന്ന് പറഞ്ഞത് ഹുവ അത് അയ്യകൂനൽ മുതഖദ്ദിം ആവലാണ് ബിഹൈസു ഒരു രൂപത്തിലാവണം. എങ്ങനത്തെ രൂപം? യഹ്താജു ഇലൈഹിൽ മുതാഖിർ അതിലേക്ക് ആവശ്യം. അപ്പൊ മുതാഖിർ പിന്നെ മുതഖദ്ദിമിലേക്ക് ആവശ്യമാകുന്ന രൂപത്തിൽ മുതഖദ്ദിം നിലനിൽക്കുക. കാരണം മുതാഖിർ ഉണ്ടാവണമെങ്കിൽ മുതഖദ്ദിം വേണം. മുതഖദ്ദിം ഇല്ലാതെ മുതാഖിർ ഉണ്ടാവില്ല. അപ്പൊ മുതാഖിറിനിക്ക് മുതഖദ്ദിമിലേക്ക് എഹ്തിയാജ് ഉണ്ടാവുക. അത് തബഇയ്യായിട്ടുള്ള തഖദ്ദുമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ല. അതോടുകൂടി വലാ യകൂനു ഇല്ലത്തൻ താമത്തല്ല, ഒരു താമായ ഇല്ലത്തായിട്ട് അതിനെ പരിഗണിക്കാനും പറ്റില്ല. ഇല്ലത്തല്ലല്ലോ അത്. കാരണം ഇല്ലാത്തായിട്ട് എന്നാല് അതായത് ഈ മുതഖദ്ദിം ഉണ്ടായിട്ടാണ് മുതാഖിർ ഉണ്ടാകുക. അതാണ് അതിന്റെ കാരണം എന്ന് അറിയാൻ പറ്റൂലല്ലോ. ഇപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാല് ഉദാഹരണം പറയാം. ഇൻകാനത്തി ഷംസ് താരിയത്തിൻ വന്നഹാറ് മൗജൂദ്. ഷംസ് താരിയാകുകയാണെങ്കിൽ നഹാറ് മൗജൂദാണ്. അപ്പൊ ഷംസ് താരിയാകുമ്പോ നഹാർ അവിടെ മൗജൂദാവും. ഇല്ലത്താണത്. അത് പിന്തൂല. അത് ഒരിക്കലും അത് പിന്തൂല. അതവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? നേരെ മറിച്ചുകൊണ്ട് നമ്മളിപ്പോ ഈ പറഞ്ഞ തബഇയ്യ തഖദ്ദും അതിൽ പെടൂല. തബഇയ്യ തഖദ്ദും എന്ന് പറഞ്ഞാല് മുതഖാഖിർ മുതഖദ്ദിമിനേക്കാളും പിന്തിയതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഈ തബഇയ്യായ തഖദ്ദുമിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ.
പല രൂപയിൽ തന്നെ. ഇപ്പൊ ഈ ഒന്നും ഈ അതിന്റെ സംഖ്യ രണ്ടുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒന്നുണ്ടായിട്ടേ രണ്ടുണ്ടാവുള്ളൂ. ഇവിടെ രണ്ട് എന്ന് പറയുന്നത് വെറും അരലിത്തിലാക്ക് മുജറതായ രൂപത്തിൽ രണ്ടിവിടെ ഉണ്ടാവില്ല, ഒന്നില്ലാതെ. അതോടുകൂടി ഈ ഒന്ന് എന്നുള്ളത് രണ്ടിനിക്ക് ഇല്ലത്താണെന്ന് പറയാനും പറ്റൂല. അവിടെ വിഷയം. തസവുറു എന്ന തസവുറ് എന്ന് പറയുന്നത് കദാലിക അപ്രകാരം തന്നെയാണ്. ഏത് തസ്തീക്കിലേക്ക് ചേർത്ത് നോക്കുമ്പോ, കാരണം തസ്തീക്കിലേക്ക് ഏതിലേക്ക് ഇത്തിയാജുണ്ട്? തസവുറിലേക്ക് ഇത്തിയാജുണ്ട്. അതോടുകൂടി തസവുറിന്റെ അതോടുകൂടി എന്തല്ല താമായ ഇല്ലത്തും അല്ല. എന്നവ അമ്മ അന്നഹു ലൈസ ഇല്ലത്തല്ലഹു എന്ന് പറഞ്ഞല്ലോ. അമ്മ അന്നഹു ലൈസ ഇല്ലത്തല്ലഹു, അത് ഇല്ലത്തല്ല എന്ന് പറഞ്ഞല്ലോ. ചിലപ്പോ നമ്മള് വലാ യക്കൂന് ഇല്ലത്തൻ താമത്തല്ലഹു, താമ ഇല്ലത്താവൂല എന്ന് പറഞ്ഞില്ലേ? എന്താ താമായ ഇല്ലത്താവൂല ആയത്? ഈ പറയപ്പെട്ടതായ തബഈയായ തഖദ്ദുമ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, മുത്തഖദ്ദിമ്, അത് മുത്താഖിന്റെ പിന്നെ ഇല്ലത്താവൂല എന്ന് പറഞ്ഞില്ലേ? ഇല്ലത്താവൂല എന്ന് പറയാനുള്ള കാരണം ഇപ്പൊ ലാഹിറിൻ, അത് വ്യക്തം എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോ ഈ പറഞ്ഞതിൽ അന്ന് മനസ്സിലാക്കല്ലോ. വയില്ല, ഇനി അതല്ല താമ ഇല്ലത്താകുകയാണെങ്കിൽ അവ എന്തുണ്ടായി തീരും ചേരും? ലജ്ജമിന് ഉസൂലി തസവുരിമിന് ഉസൂലി തസ്തീക്ക് ശരിയാണ്. തസവുർ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനടി തസ്തീക്ക് ഉണ്ടാവേണ്ടേ? കാരണം ഇല്ലത്തുണ്ടായാൽ ഉടനടി ഏതുണ്ടാവണം? മാജൂൽ ഉണ്ടാവണ്ടേ? ഇല്ലത്തെ തൊട്ട് ഒരിക്കലും മാജൂൽ എന്താവൂല, മുത്താഖിറാവാൻ പാടില്ല. ഇല്ലത്ത് എപ്പുണ്ടാവുന്നോ അപ്പൊ അവിടെ മാജൂൽ ഉണ്ടാവും. ഏതുപോലെ സൂര്യൻ എപ്പോഴാണോ ഇവിടെ ഉദിക്കുന്നത് അപ്പൊ അവിടെ നഹാറ് മൗജൂദാവണം. ഒരിക്കലും നഹാറ് മൗജൂദാകുക എന്നുള്ളത് ഒരിക്കലും പിന്തുന്നതായ അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് അപ്പൊ അതവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇല്ല ലസ്മിൻ ഉസൂലി തസവുരി ഉസൂലു തസ്തീഖി. കാരണം എന്താ? ലറൂറത്തെ വജൂദ്, അതാ പറയുന്നത് ലറൂറത്തെ വജൂദിൽ മാലൂലി ഇന്ന വജൂദിൽ ഇല്ല. ഇല്ലത്തുണ്ടാകുന്ന സന്ദർഭത്തിൽ മാലൂലി ഉണ്ടാകുക എന്നുള്ളത് നിർബന്ധാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ ഇനി വേറെ ചോദ്യം, എന്നാ അമ്മ അന്നഹു യഹ്താജു ഇലൈഹി തസ്തീഖു, എന്നാ തസവുറാകുന്നത് അതിലേക്ക് തസ്തീഖ് ആവശ്യമാകുമെന്ന് പറഞ്ഞില്ലേ? തസ്തീഖ് തസവുറിലേക്ക് ആവശ്യമാകൂന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആവശ്യമാകൂന്ന് പറയുകയാണെങ്കിൽ ഇല്ലത്താവേണ്ടേ? ഇല്ലത്താവണ്ട, അത് വേറെ വിഷയം പറയാണ്. കാരണം എന്താണെന്നറിയാം, തസ്തീഖ് എന്ന് പറയുന്നത് തസവുറിലേക്ക് ആവശ്യമാകൂന്ന് പറയാനുള്ള കാരണം വലിയ കുല്ല തസ്തീഖിൻ, തീർച്ചയായിട്ടും എല്ലാ ഓരോ തസ്തീഖുമാകുന്നത് വലിയ കുല്ല തസ്തീഖിൻ, തീർച്ചയായും എല്ലാ ഓരോ തസ്തീഖുമാകുന്നത് ലാ ബുദ്ധ ഫീഹി, അതിൽ അത്യാവശ്യമാണ്. എതിരെ തസ്തീഖിൽ അത്യാവശ്യമാണ്. മിൻ സലാസി തസവുറാത്ത്, 3 തസവുറുകൾ അവിടെ ആവശ്യമാണ്. 3 തസവുർ ഇല്ലാതെ ഒരിക്കലും ഏതുണ്ടാവൂല? തസ്തീഖ് ഉണ്ടാവൂല. ഏതാണ് ആ 3 3? ഒന്നാമത്തെ തസവുറുൽ മഹ്കൂമി അലൈഹി, ഒന്ന് മഹ്കൂം അലിയെ തസവുറാക്കണം. അത് എങ്ങനെ തസവുറാക്കണം? നേരത്തെ പറഞ്ഞതുപോലെ ഇമ്മാബി ദാത്തി, ഒരുപക്ഷെ ദാത്ത് കൊണ്ട് തസവുറാക്കണം, അല്ലെങ്കിൽ അമ്പി അംജിൻ സാദിഖിൻ അലൈഹി, മഹ്കൂം അലിന്റെ മേൽ അറിയിക്കുന്നതായ പറയാൻ പറ്റുന്നതായ അമ്രു കൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ തസവുരിൽ മഹ്കൂമി ബിഹി കദാലിക, മഹ്കൂം ബിയെ തസവുറാക്കണം. തസവുരിൽ ഹുക്കുമിനെ തസവുറാക്കണം. അപ്പൊ മഹ്കൂം അലിയും മഹ്കൂം ബിയും ഇൽമുക്കുമും ഇത് 3 കൂടി തസവുറാക്കണം. എന്താ കാരണം? ഇൽമിനിക്ക്. അപ്പൊ ലാബുദ്ധ ഫീമിൻ സലാസ് തസവുറാതി തസവുരി മഹ്കൂം അലി ഇമാബി ദാത്തി വബി അംജിൻ സാദിഖ മഹ്കൂം ഇലൈ ഇൽമി. എന്താ കാരണം? ഔലവിയായ ഒരു ഇൽമുണ്ടാകുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഔലവിയായ ഒരു അറിവുകൾ ഉണ്ടായി തീരുന്നുണ്ട്. ഏതാണ് ഔലവിയായ അറിവ്? ബിംദിനായിൽ ഹുക്കുമ് മുംദനിയാണ് എന്നത് കൊണ്ടിട്ട്. ഹുക്കും എന്താണ്? മുംദനിയാണ്. എവിടുന്നാണ് മുംദനി? മിമ്മൻ ജയില അഹദാദിഹിൽ തസവുറാത്ത്,
ഈ പറയപ്പെട്ട തസവൂറാത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു തസവൂറ് അറിയാത്ത ഒരാളാണെങ്കിൽ അവനിൽ ഏതുണ്ടാവില്ല, ഹുക്കുമുണ്ടാവില്ല. എങ്കിൽ വഫീൽ കാലൽ കലാമി, ഈ കലാമില് ഈ കലാം എന്ന് പറഞ്ഞപ്പോ നമ്മൾ തസദീഖ് തസവൂറിലേക്ക് ആവശ്യമാകുക എന്നുള്ള വിഷയം ചർച്ച ചെയ്തില്ലേ? അവിടെയുണ്ട് കത് നബ്ബഹ, അവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഉണർത്തിയിട്ടുണ്ട്. അലാ ഫായിദത്തൈനി, രണ്ട് ഫായിദയുടെ മേലില്. അവിടെ രണ്ട് ഫായിദ ഉണ്ട്. ഏതാണ് ആ രണ്ട് ഫായിദ? യഹ്ദാഹുമ, ആ രണ്ട് ഫായിദയിൽ നിന്നുള്ളതായ ഒന്നാമത്തെ ഫായിദ യഹ്ദാഹുമ, രണ്ടാമത്തെ ഫായിദയാകുന്നത് അന്ന തസ്ദീഖ് അഥവാ നിർബന്ധമാക്കുക എന്നുള്ളത്, എങ്കിൽ തസ്ദീഖ് തേടുക എന്നുള്ളത് തസവുറൽ മഹ്കൂമി അലൈഹി, മഹ്കൂമ് അലൈഹി തസവുറാക്കലിനെ തേടുക എന്ന് പറഞ്ഞത്. തസ്ദീഖ് എന്നുള്ളത് മഹ്കൂം അലൈഹി തസവുറാക്ക എന്നതിനെ തേടുക എന്നുള്ളത് ലൈസ മഅനാഹു, ആ ഇസ്തിദ്ആഇന്റെ മഅനയല്ല അന്നഹു, തീർച്ചയായും തസ്ദീഖ് എന്നുള്ളത് യഖ്തദി, അത് നിർബന്ധമാക്കുന്നതാണ് തസവുറൽ മഹ്കൂമി അലൈഹി, മഹ്കൂം അലൈഹി തസവുറാക്കലിനെ ഏതുകൊണ്ട്? ബികുൻഹിൽ ഹഖീഖത്തി, അതിന്റെ ഹഖീഖിയായ രൂപത്തില്, കുൻഹുൽ ഹഖീഖത്ത് കൊണ്ട്, ഹഖീഖത്തിന്റെ ദാത്ത് കൊണ്ടിട്ട്. ഇൻസാന്റെ ഹഖീഖത്താണ് ഹൈവാനാത്തേക്ക്, അതേപോലെ എന്ത് ചെയ്യൂല? തേടൂല. അങ്ങനെ തേടുമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അല്ലേ? ഹത്താ, ഏതുവരേക്കും ലൗലം യതസവ്വറിന് തസവുറാക്കപ്പെട്ടില്ല ഹഖീഖത്തു ഷൈഇ, ഒരു ഷൈഇന്റെ ഹഖീഖത്തിനെ തസവുറാക്കപ്പെട്ടില്ലെങ്കിൽ, ഒരു വസ്തുവിന്റെ ഹഖീഖത്തിന് എന്ത് ചെയ്തില്ല? തസവുറാക്കപ്പെട്ടില്ല. അങ്ങനെ തസവുറാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ലംതനാൽ ഹുക്മു അലൈഹി, അതിന്റെ മേൽ ഹുക്മ് മുംതനിയാകുന്നതാണ് എന്ന് വരും. അവിടെ പ്രശ്നമുള്ളത് മനസ്സിലായില്ല? അതായത് നമ്മൾ പറഞ്ഞത് ഈ തസവുർ എന്ന് പറയുന്നത്, അതായത് മഹ്കൂം അലൈഹി, ആ തസ്ദീഖ് എന്നുള്ളത് മഹ്കൂം അലൈഹിയിലെ, അതായത് ഹഖീഖത്ത് കൊണ്ട് മഹ്കൂം അലിയെ തസവുറാക്കലിനെ തേടുമെന്ന് വെക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു വസ്തുവിനെ നമ്മൾ തസവുറാക്കി, ആ വസ്തുവിനെ തസവുറാക്കിയപ്പോ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ആ വസ്തുവിനെ തസവുറാക്കിയപ്പം അതിന്റെ ഹഖീഖത്ത് നമ്മൾ തസവുറാക്കിയിട്ടില്ല. അപ്പൊ ഹഖീഖത്ത് തസവുറാക്കാത്തത് കൊണ്ട് അവന് അതിന്റെ മേലില് ഹുക്മ് ചെയ്യാൻ പാടില്ല എന്ന് വരേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ എന്തുണ്ടാവില്ല? പിൽജുംല ഒരു തസവുർ ഉണ്ടായാൽ മതി, അതേ ഉള്ളൂ. അതാ പറയാൻ പോണത്. ബലിൽ മുറാദു, എങ്കിലും ഈ പറഞ്ഞത് കൊണ്ടുള്ള താല്പര്യം അന്നഹു, തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട തസ്ദീഖ് തസവുറൽ മഹ്കൂം അലിയെ തേടുമെന്ന് പറഞ്ഞത്, അന്നഹു, ഈ തസ്ദീഖ് എന്നുള്ളത് യഖ്തദി, അത് തേടുന്നതാണ് തസവുറഹു ബിവജ്ഹിമ്മ, ആ മഹ്കൂം അലിയെ വജ്ഹുമ്മ കൊണ്ട് തസവുറാക്കിയാൽ മതി. അതാ നമ്മളെ ബിജുംലാന്ന് അറിഞ്ഞില്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു രൂപത്തിൽ തസവുറാക്കിയാൽ മതി. അത് ഒരു പക്ഷെ എന്താവാം? ഔ ബിമ്മാ ബികുന്നി ഹഖീഖത്തി, ഒരു പക്ഷെ ഹഖീഖത്തിന്റെ കുനുഹ് കൊണ്ടാവാം, ശരിയായ രൂപത്തിലാവാം. ഔ ബി അംരിൻ സാദിഖിൻ അലൈഹി, അല്ലെങ്കിൽ അതിന്റെ മേ പറയാൻ, മഹ്കൂം അലിന്റെ മേ പറയാൻ പറ്റുന്ന ഒരമ്ര കൊണ്ടാവാം എന്നിട്ട് വിശദീകരിക്കുന്നു. പൈന്ന, തീർച്ചയായിട്ടും നമ്മള് ഇനിയിപ്പോ പറയാനുള്ള കാരണം എന്താ? ഒരു വസ്തുവിന്റെ ഹഖീഖത്തിനെ തസവുറാക്കിയിട്ടില്ല എങ്കില് അവിടെ ഹുക്മ് മുംതനിയാകുമെന്ന് വരുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ സത്യത്തിൽ ഒരു വസ്തുവിനെ
ഇതിന്റെ ഹക്കീക്കത്തിനെ തസവുറാക്കണമെന്നില്ല. ഒരു വസ്തുവിനെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്താലും മതി, ആ വസ്തുവിനെ നമ്മള് വജുഹുമ്മ കൊണ്ട് തസവുറാക്കിയാലും മതി എന്ന് പറഞ്ഞില്ലേ. അതിന് കാരണം പറയാണ് ഫൈന്ന, തീർച്ചയായും നമ്മള് നഹ്കുമു, നമ്മൾ ഹുക്കുമ് ചെയ്യുന്നതാണ്. നഹ്കുമു, നമ്മൾ ഹുക്കുമ് ചെയ്യും. അലൽ അശിയ, ഈ വസ്തുക്കളുടെ മേൽ നമ്മൾ ഹുക്കുമ് ചെയ്യും. എങ്ങനത്തെ വസ്തുക്കളാണ്? ലാ നഅരിഫു ഹഖീഖഹ, ആ വസ്തുക്കളുടെ ഹക്കീക്കത്തുകൾ നമുക്കറിയൂല. മനസ്സിലായില്ലേ? അപ്പം ഹക്കീക്കത്തുകൾ അറിയാത്തതായ വസ്തുക്കളുടെ മേൽ നമ്മൾ ഹുക്കുമ് ചെയ്യാറുണ്ട്. ഏതുപോലെ ഒരു ഉദാഹരണം പറയാം. കമാ നഹ്കുമു, നമ്മൾ ഹുക്കുമ് ചെയ്യാറുള്ളത് പോലെ അല വാജിബുൽ വുജൂദി, കണ്ടോ, വാജിബുൽ വുജൂദിന്റെ മേൽ നമ്മൾ ഹുക്കുമ് ചെയ്യാറുണ്ട്. ഏതുകൊണ്ട്? ഇൽമു കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും നമ്മൾ ഹുക്കുമ് ചെയ്യാറുണ്ട്. വാജിബുൽ വുജൂദ് ആലിമാണ്, വാജിബുൽ വുജൂദ് ഖാദിറാണ്, വാജിബുൽ വുജൂദ് പിന്നെ ഹാക്കിമാണ്, വാജിബുൽ വുജൂദ് ആദിലാണ്, ഖാസിത്താണ്, ആലിമാണ്, മുഖ്സിത്താണ്, മുഹിയാണ്. ഈ പറഞ്ഞ രൂപത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വാജിബുൽ വുജൂദിനെ കുറിച്ച് പറയാറില്ലേ? എങ്കിൽ വാജിബുൽ വുജൂദിന്റെ ഹക്കീക്കത്ത് നമുക്ക് മനസ്സിലാവുക ഇല്ല. ഉല്ലാസം പറഞ്ഞില്ലേ, ലാ യുഹദ്ദു സുലമുൽ വുജൂദ് പറഞ്ഞില്ലേ, ലാ യുഹദ്ദു വലാ യുതസവ്വറു. അള്ളാഹുവിനെ ശരിയായി തസവ്വുറാക്കപ്പെടാനും കഴിയൂല, അള്ളാഹു തആലാനെ ഹദ്ദ് പറയപ്പെടാനും കഴിയൂല. പക്ഷെ അള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിയൂലേ? മനസ്സിലാക്കാൻ കഴിയും. ഒരു വസ്തുവിനെ മനസ്സിലാക്കണമെങ്കിൽ ഹക്കീക്കത്ത് തിരിഞ്ഞോളുന്നില്ല. ഹക്കീക്കത്ത് തിരിഞ്ഞിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാ? തസവ്വുറാക്കാൻ കഴിയും. അതേപോലെ വാലാ ശബിഹിൻ നറാഹു, ഒരു രൂപം, എങ്ങനത്തെ രൂപത്തിന്റെ മേലിലും നമ്മൾ ഹുക്കുമ് ചെയ്യാറുണ്ട്. എങ്ങനത്തെ രൂപമാണ്? നറാഹു, നമ്മൾ അതിനെ കാണാറുണ്ട്. കാണും. എവിടുന്ന്? മിൻ ബഈദിൻ, അങ്ങകല വിദൂര ഇടത്തിൽ നിന്ന് നമ്മൾ കാണും. നമ്മൾ ഹുക്കുമ് ചെയ്യാറുണ്ട്. എന്താണ് ഹുക്കുമ് ചെയ്യാറുള്ളത്? ബി അന്നഹു, ആ കാണപ്പെടുന്ന ശബ്ഹ് ഷാഗിലുൻ ലിൽ ഹയ്യിസിൽ മുഅയ്യനി, നിജമാക്കപ്പെട്ട ഒരു മക്കാനിലെ ജോലിയാക്കുന്ന ഒന്നാണ്. നമ്മൾ ദൂരത്ത് സാധനങ്ങൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഹുക്കുമ് ചെയ്യാം. അവിടെ എന്തോ ഒരു വസ്തു അവിടെ ഇരിക്കുന്നുണ്ട്, എനിക്കൊരു വസ്തു അവിടെ നിൽക്കുന്നുണ്ട് എന്ന് കാര്യം ഉറപ്പാണല്ലോ. ആ വസ്തുവിന്റെ ഹക്കീക്കത്ത് എന്താണ്? അത് ഒരു പക്ഷെ ഹയവാനാവാ, എനിക്ക് നബാത്താവാ, എനിക്ക് മനുഷ്യന്മാരാവാ എന്നൊന്നുമില്ല. അതൊന്നും ഇപ്പൊ എനിക്ക് അറിയില്ല, ഹക്കീക്കത്ത് എന്താണെന്ന് അറിയുന്നില്ല. പക്ഷെ എന്നാൽ ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു ജസ്റ്റ് അറിവ്, ഒരു കേവലം അറിവ് അവനക്കുണ്ടായിട്ടുണ്ടല്ലോ. അതാ പറഞ്ഞു വലൂക്കാനൽ ഹുക്കുമോ, ഇനി ഹുക്കുമ് ആവുകയാണെങ്കിൽ വലൂക്കാനൽ ഹുക്കുമോ അല ശൈഇ, ഒരു വസ്തുവിന്റെ മേൽ ഹുക്കുമ് ചെയ്യലായാൽ, മുസ്തദഇ എന്നത് നിർബന്ധമാക്കുന്നതായാൽ, എന്തിന്? ലിതസവ്വുരിൽ മഅകൂമി അലൈഹി, മഅകൂമ് അലൈഹി തസവ്വുറാക്കലിനെ എങ്ങനെ? ഹഖീഖത്തിഹി, അതിന്റെ ഹക്കീക്കത്തിന്റെ കുഞ്ഞുകൊണ്ട് മഅകൂമ് അലൈഹി തസവ്വുറാക്കലിനെ നിർബന്ധമാക്കുന്നതാണെങ്കിൽ ലം യസിഹ മിന്നാ, നമ്മളിൽ നിന്ന് ശരിയാവുകയില്ല കേട്ടോ. അംസാലു ആദിഹിൽ അഹ്കാം, ഈ പറയപ്പെട്ട ഹുക്കുമുകൾ നമുക്ക് പറയാൻ കഴിയൂല. നമ്മൾ പറഞ്ഞ വിശദീകരണം ഉണ്ടല്ലോ, ഈ പറയപ്പെട്ട വിശദീകരണങ്ങളൊന്നും തന്നെ നമുക്കവിടെ പറയാൻ കഴിയൂല. എന്നാ വസാനിയത്തുഹുമാ, രണ്ട് ഫായിദയിൽപ്പെട്ട രണ്ടാമത്തെ ഫായിദ എന്താണ്? അന്നൽ ഹുക്കുമ ഫീമാ ബൈനഹും, മനാത്തിക്കത്തിന്റെ ഇടയിലുള്ളതായ ഹുക്കുമ് എന്ന് പറഞ്ഞാല്, മനാത്തിക്കത്തിന്റെ ഇടയിലുള്ളതായ ഹുക്കുമ് എന്ന് പറഞ്ഞാല് മഖൂലുൻ, അത് പറയപ്പെടുന്നതാണ്. ഇസ്തിറാക്കിന്റെ രൂപത്തില് അനാ മാനയൈനി, രണ്ട് മാനാനെ സംബന്ധിച്ച് പറയാ. അപ്പൊ ഹുക്കുമ് എന്ന് പറഞ്ഞാല് രണ്ട് മാനാക്ക് വരും. ഏതാ രണ്ട് മാന? അഹദുഹുമാ, ഒന്നാമത്തെ മാനയാകുന്നത് അന്നിസ്ബത്തുൽ ഈജാബിയ, ഒന്ന് ഈജാബിയായ നിസ്ബ, മറ്റൊന്ന് സൽബിയായ നിസ്ബ. എങ്ങനത്തെ ഈജാബിയും സൽബിയുമായ നിസ്ബയാണ്? അൽ മുതസവ്വറത്ത് ബൈന ഷൈഇനി, രണ്ട് ഷൈഇന്റെ ഇടയിൽ തസവ്വുറാക്കപ്പെടുന്ന. അപ്പൊ രണ്ട് ഷൈഇന്റെ ഇടയിൽ തസവ്വുറാക്കപ്പെടുന്നതായ ഈജാബിയും അതുപോലെ തന്നെ സൽബിയുമായ, മനസ്സിലായില്ലേ? സൽബിയുമായ സൽബിയുമായ നിസ്ബ, മനസ്സിലായ? ഇങ്ങനെ രണ്ട് ഫായിദകൾ അവിടെ ഉണ്ട്.
അൽഹംദുലില്ലാ അവിടെ നിൽക്കട്ടെ. ഞാൻ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് കുത്തുബിണ്ടാവൂല, അറഫക്കല്ലേ. ഈ സാധുവായ വിനീതനായിരിക്കുന്ന നിങ്ങളൊക്കെ ദ്വാരക്കലപ്പോയി ആഫിയത്തിനും ദീർഘായുസിനും ഖൈറിനും ഒരുപാട് കാലം ദീനി സേവനത്തിൽ ഒതുങ്ങി ജീവിക്കാനൊക്കെ സാധുവായ എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യാൻ മറക്കാതെ. പുണ്യമേറിയ ദിവസങ്ങളാണ് വരുന്നത്. അറഫയും അതുപോലെ പെരുന്നാളും അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളും. ആ ദിവസങ്ങളിലൊന്നും സാധുവായ എന്നെ നിങ്ങൾ മറക്കരുത്, എപ്പോഴും ദുആ ചെയ്യണം. ഉസീക്കും ബിദ്ദുആഇ വല്ലാഹു അലീമും ബിസ്സവാബ്. ഉസീക്കും ബിദ്ദുആഇ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.